അതേസമയം കമൽ കോടതിക്കകത്ത് കമലായിരുന്നു ഉണ്ടായിരുന്നത്. കമൽ, എന്താണ് കോടതി വിധി പ്രസ്താവത്തിന്റെ മുഴുവൻ വിവരങ്ങൾ? അഭിലാഷ്, പൂർണ്ണമായും ലഭ്യമാകുന്നതേയുള്ളൂ. പക്ഷേ എടുത്തു പറയേണ്ടത് കൊലപാതക കുറ്റം ഉൾപ്പെടെ ഈ കേസിൽ ആരോപിക്കപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല എന്നാണ് കൽപ്പറ്റ സെഷൻസ് കോടതി ജഡ്ജ് അയൂബ് ഖാൻ വിധിന്യായത്തിൽ പറയുന്നത്. അതായത് ഈ പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തള്ളിപ്പോയിരിക്കുന്നു. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാമിന് വെട്ടേറ്റിരുന്നു. അതിൽ അബ്ദുൾ സലാം തന്നെ ഈ പ്രതിയെ തിരിച്ചറിയുകയും കൃത്യമായ സാക്ഷി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ ഗൂഢാലോചനയും വധശ്രമവും അടക്കം 4 പേർക്കെതിരെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അത് ഒന്നാം പ്രതി ഗീതാനന്ദൻ, മറ്റ് ഒരു പ്രതി അതിൽ മരിച്ചുപോയിട്ടുണ്ട്, ബിനു, രമേശ്, സുന്ദരൻ. അങ്ങനെ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ ഈ വധശ്രമത്തിനുള്ള ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചെയ്തതായി തെളിഞ്ഞു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റെല്ലാം ഈ വിനോദിന്റെ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ഉൾപ്പെടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇവർ തട്ടിക്കൊണ്ടുവന്നതല്ല, ആദിവാസികൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടായപ്പോൾ ഉള്ള ഒരു പ്രതികരണം, ആ ഒരു സംഘർഷത്തിൽ ആണ് ഈ സംഭവം ഉണ്ടായത് എന്നൊക്കെ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വിധി പൂർണ്ണ തോതിൽ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. വിനോദ് അല്ലാതെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന് വെട്ടേറ്റ കേസിൽ വധശ്രമം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അതിലുള്ള ശിക്ഷയാണ് 15 മിനിറ്റ് സമയത്തിന് ശേഷം കോടതി പ്രഖ്യാപിക്കുക. മറ്റ് പ്രധാന കേസുകളിലെല്ലാം പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ തന്നെ ഈ 4 പേരൊഴികെ ഈ 57 പേരിൽ 15 പേർ മരിച്ചുപോയിരുന്നു. ബാക്കിയുള്ളവരിൽ ഈ 4 പേരൊഴികെയുള്ള പ്രതികളെല്ലാം ഇനി പൂർണ്ണമായും കുറ്റവിമുക്തരാണ്. 4 പേർക്കെതിരെ വധശ്രമം, അതുപോലെ ആ വധശ്രമത്തിനുള്ള ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ നിലനിൽക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എം ഗീതാനന്ദൻ അടക്കമുള്ള മുഴുവൻ പ്രതികളെയും വിനോദ് വധക്കേസിൽ, പോലീസുകാരനായ വിനോദിനെ കൊലപ്പെടുത്തിയ കേസിൽ വെറുതെ വിട്ടിരിക്കുന്നു. അവിടെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അബ്ദുൾ സലാം എന്ന പോലീസുകാരനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസാണ്. ആ കേസിൽ ഗീതാനന്ദൻ, ബിനു, രമേശൻ കൊയ്യാലിപ്പുര, അനിൽകുമാർ ഈ 4 പേരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒരിക്കൽ കൂടി ഞാൻ പറയാം. വിനോദ് വധക്കേസിൽ പ്രതി, അതായത് കൊലപാതകം നടത്തിയ പ്രതി, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അവിടെ ഒരു ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രോസിക്യൂഷന്. പോലീസുകാരനായ വിനോദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗൂഢാലോചന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് ആ കേസിലെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. അതേസമയം മറ്റൊരു പോലീസുകാരനെ അബ്ദുൾ സലാമിനെ വെട്ടിയ കേസിൽ എം ഗീതാനന്ദൻ അടക്കം 4 പേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കമൽ തുടരുന്നുണ്ട്. കമൽ, ശിക്ഷാവിധി എപ്പോഴുണ്ടാകും? ശിക്ഷാവിധിയെക്കുറിച്ച് അഭിഭാഷകർക്ക് പ്രതികളുമായി സംസാരിക്കാനുള്ള ഒരു 15 മിനിറ്റ് സമയമാണ് കോടതി നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെ ശിക്ഷാവിധി ഉണ്ടാകും. പക്ഷേ ഈ പ്രതിഭാഗം അഭിഭാഷകനുമായി തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട കേസുകളെല്ലാം വിട്ടുപോയി, ഈ നിൽക്കുന്ന കേസിൽ പോലും അത്ര സ്ട്രോങ് ആയ തെളിവുകളല്ല എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. എന്താണെങ്കിലും ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകൾ തള്ളിപ്പോയി എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത്. ഭൂരിഭാഗം പ്രതികളും കോടതിയിൽ നിന്ന് വെറുതെ വിട്ട് അവരെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. 4 പേർക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള സമയമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് അബ്ദുൾ സലാം എന്ന പോലീസുകാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. വധശ്രമം, അതിനുള്ള ഗൂഢാലോചന, ഈ കേസിലാണ് 4 പേർ. അതിൽ മരിച്ചുപോയ ഒരു പ്രതി കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ 4 പേരാണ് നിലവിൽ ഉള്ള പ്രതികൾ. അവർക്കാണ് ശിക്ഷാവിധി ഉണ്ടാകുക. അഭിലാഷ്, എന്തായാലും വിനോദ് വധക്കേസുമായി ബന്ധപ്പെട്ട കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടിരിക്കുന്നു. വിനോദ് വധക്കേസ് പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടിരിക്കുന്നു. എം ഗീതാനന്ദനെതിരെയുള്ള കൊലക്കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം വധശ്രമ കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി പ്രസ്താവം പിന്നീടാണ് ഉണ്ടാവുക.